നോക്കൂ, ഇപ്പോൾ ഈ 57,400 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞു. ഞാൻ ബജറ്റ് വായിക്കാം. ഇന്നലത്തെ ബജറ്റാണ്. ബജറ്റിൽ പറയുന്നു 57,400 കോടി രൂപയുടെ വെട്ടിക്കുറവ് കേന്ദ്രം വരുത്തിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ വെട്ടിക്കുറവ് GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്ന് 12,000 കോടി, അതായത് 57,400-ലെ 12,000 കോടി GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്നുള്ള പൈസയാണ്. നോക്കൂ, GST നടപ്പാക്കിയതിനെ തുടർന്ന് 5 വർഷമാണ് GST കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. ആ 5 വർഷം കഴിഞ്ഞു പോയി. താങ്കൾ കഴിഞ്ഞ മാസം എനിക്കൊരു 100 രൂപ തരാനുണ്ടായിരുന്നു, അത് തന്നു. അത് കഴിഞ്ഞിട്ട് ഈ മാസം എനിക്ക് പറയാൻ പറ്റുമോ ഈ മാസം എനിക്ക് 100 രൂപ തരാനുണ്ടെന്ന്? തരാനുള്ളത് കഴിഞ്ഞ മാസം തന്നല്ലോ, ഈ മാസം ഇല്ല. അപ്പൊ ഈ പറഞ്ഞ 12,000 കോടി രൂപ എന്ന് പറയുന്നത് മുമ്പ് അവസാനിച്ചിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇനത്തിൽ 8,400 കോടി കുറയും. നോക്കൂ, 5 വർഷമാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാലാവധി നിശ്ചയിച്ചിരുന്നത്. അത് ഞാൻ നേരത്തെ ഇവിടെ കണക്ക് രാജു പി നായർക്ക് വായിച്ചു കൊടുത്തു. 19,800 കോടിയും 13,500 കോടിയും മുൻ വർഷങ്ങളിൽ കിട്ടി. ഈ വർഷം സ്വാഭാവികമായും ആ കിട്ടുന്ന അനുപാതം കുറയും, അടുത്ത വർഷം ഇനിയും കുറയും. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെയുള്ളത് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പകളെ പൊതുകടമായി കണക്കാക്കിയതിലൂടെ നമുക്ക് കടമെടുക്കാൻ പറ്റാതെ പോയിട്ടുള്ള 7,000 കോടി രൂപയാണ്. അതായത് ഇപ്പോൾ ഞാൻ ഒരാളോട് കടം വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ എനിക്കുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ കടം വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇത്രയും പൈസ നിങ്ങൾ തരണം എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. ഇങ്ങനെ ബാക്കി പിന്നെ പറഞ്ഞത് ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15-ാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തിയപ്പോൾ വന്നിട്ടുള്ള വെട്ടിക്കുറവ്. അതായത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷൻ ഓരോ സംസ്ഥാനങ്ങൾക്കും മാനദണ്ഡം അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പൈസയാണ്. അതും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ എടുത്ത് കൊടുക്കാനിരിക്കുന്ന പൈസയല്ല. അപ്പോൾ ഈ 57,400 കോടി എന്ന് പറയുന്നത് പറയുന്ന ഘട്ടത്തൊന്നും ഇപ്പോൾ അതിപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, പോയി ചോദിച്ചാൽ തരുന്നത്. ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ?